എടാ ഞങ്ങളെ ഓക്കെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കണം ഒരു മിനിറ്റ്. ഇപ്പൊ എക്സാം ചന്ദ്ര സുഖമാണോ? സുഖല്ല സുഖമല്ല ഊമ്പ് നിന്നെ കൊണ്ട് കഴിയില്ല ഇതിന്, മനസ്സിലായോ? കടൽ കട നീ കഴിച്ചു അപ്പിട്ട് എവിടുന്നാ മേടിച്ചേ? ഞാന് പന്തി എവിടുന്ന് അപ്പൊ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ സാവേജിനെ വിളിക്കുന്നു. സാവേജ് വാ, ഞങ്ങള് വേറൊരു ടാസ്ക് തരാം. ഞങ്ങൾ പറഞ്ഞതിന് പരസ്പരം എന്തെല്ലാതെ റിപ്ലൈ പറയണം. ഓക്കെ ഫുഡ് കഴിച്ചോടാ? അണ്ണ എന്തോ എടാ അതല്ലടാ, അതായത് എടാ ഞാൻ ഫുഡ് കഴിച്ചാ? എനിക്കില്ലെന്ന് മനസ്സിൽ പറഞ്ഞുള്ളൂ. ഫുഡ് കഴിച്ചാ? എടാ ഫുഡ് കഴിച്ചാ? ആലോചിക്കരുത്, ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ അതൊന്നും കാര്യമില്ല. എടാ പരസ്പര ബന്ധമില്ലാതെ പറയണ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഫുഡ് കഴിച്ചാ മനസ്സിലായി പക്ഷെ പെട്ടെന്ന് മനസ്സിൽ പറയണേ. ഒന്നുകൂടി ചോദിക്കാം. അടുത്ത ചോദിക്കാം. കഴിഞ്ഞ ടർഫ് വിളിച്ചായിരുന്നോ? ഇത് തെക്കിന്റെ ദേവരല്ലേ? വാസവ സുന്ദരല്ലേ? എത്ര പിക്ക് എടുത്ത് ടർഫില്? അതിന് ഉത്തരം പറഞ്ഞില്ല. എത്ര പിക്ക് എടുത്ത് ടർഫില്? സെക്കൻഡ് കൊണ്ടൻ. ആരാ സെക്കൻഡാണാ? സ്നൈപ്പ് കൊണ്ടുവരാണാ? നീയോ? ഞാനല്ല. ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞല്ലോ. നമ്മൾ കുറച്ച് ട്രിക്കിയാണ് കേട്ടാ. അടുത്തതായി ദ OG സിഗ്മ മെസ് ബോയ്. വേണ്ട ചന്ദ്ര ടാസ്ക് കൊടുത്തു ചന്ദ്ര. എടാ ഞങ്ങള് നിന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അപ്പൊ നീ അത് പരസ്പര ബന്ധമല്ലാതെ സംസാരിക്കും. ഇപ്പൊ എക്സാമ്പിൾ അതായത് ചിന്തിക്കാതെ ഒരു മിനിറ്റ് നമ്മളോട് സംസാരിച്ചാൽ മതി. ഒരു മിനിറ്റ് നിനക്ക് 3 പ്രാവശ്യം മൂലല്ലോ, ഒറ്റ ചാൻസേ ഉള്ളൂ. ഇത് തെറ്റി കഴിഞ്ഞാൽ 5 കോടി എക്സ്ട്രാ. തെറ്റി കഴിഞ്ഞാൽ 5 കോടി എക്സ്ട്രാ തരേണ്ട വരും. ഓക്കെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കണം. ഒരു മിനിറ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നീ കഴിച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പറഞ്ഞു. മനസ്സിലായി? അത് ഇല്ലാന്നല്ല ഉത്തരം പറയണ്ട. ഞാൻ ഇന്ന് പോയില്ല, അങ്ങനെയൊക്കെ വേണം പറയാൻ. മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ തുടങ്ങാം. സുഖമാണോ? അപ്പാപ്പ സുന്ദര. അപ്പിട്ടോ? അപ്പാപ്പന്റെ പ്രായം കൂടി വരുന്നുണ്ട്. എവിടെ വയസ്സായി? എത്ര വയസ്സായി? അപ്പാപ്പന്റെ പ്രായം അത്ര. തെറ്റിപ്പോയേ. എന്റെ വയസ്സിൽ ചോദിച്ചേ. ശരി, 2 ചാൻസ് തരാം. അല്ല 2 ചാൻസ് തരാം. ആ തലയിൽ എത്ര മുടിയുണ്ട്? സാവേജ് കൊണ്ടുവരാ. സാവേജ് അപ്പാപ്പ സൂപ്പറാ. അതെന്താ അപ്പാപ്പ സൂപ്പർ എന്ന് പറഞ്ഞേ? പ്രായം വരുന്നില്ലേ? ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? അപ്പിട്ടോ? നാളെ. എത്ര വർഷം? ചിക്കൻ കറിയും ഞാനും. ചിക്കൻ കറി വേറെ, ചിക്കനും കറി വേറെ പിടിച്ചില്ല. ഫുട്ബോൾ കളിക്കാൻ പോണം. എത്ര നേരം? റൊണാൾഡോ ആണോ ഇഷ്ടം? വിരാട് കോഹ്ലി. ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ബില്ലിയാർഡ്സ് കൂടുതൽ താല്പര്യം. ആൻസർ പറഞ്ഞല്ലോ, കറക്റ്റല്ലേ പറഞ്ഞു. 5 കോടി എക്സ്ട്രാ തരണേ. 5 കോടി 342. അടുത്തത് എസ്ആർക്കെ വാ. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കും, പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ പറഞ്ഞ 1 മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിന് ഒരു ബന്ധമില്ലാത്ത ഉത്തരം പറയണം. ഓക്കെ? എടാ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ടിവിയിൽ ഗ്യാങ് സസ്പെൻഷൻ കിട്ടി. ഇവൻ മേടിച്ചു തന്നത് ഈ ചന്ദ്രൻ, അത് ശരിയാണോ? ശുദ്ധ തെണ്ടിത്തരമാണ്. 5 കോടി. തെറ്റി നീ ഓപ്ഷൻ അല്ല. ഇല്ല ഞാൻ മറുപടി മറുപടി നിനക്ക് മാസം അടിക്കാൻ പറ്റൂല. 5 കോടി എക്സ്ട്രാ തന്നേക്ക്.
ആ ഒരു No way. ചോദിക്കാം ഇത് AFK ആയോ? ആ എന്നാ ചന്ദ്ര ഹലോ, ചോദിക്ക്. ഹലോ, ഇല്ല ഇല്ല അപ്പൊ ചോദിക്ക്, എന്താ ചോദിക്ക്, ചോദിക്ക്. ചോദിക്കണ്ടേ? നിന്റെ പേരെന്താ? ചോദിക്ക്. ചോദ്യം ചോദിക്കണം. നിന്റെ പേരെന്താ? നിന്റെ സുഖം സാറൊക്കെ? ഹലോ, ഇവ AFK ആയോ? വിണ്ടേണ്ടത് നല്ലല്ലേ പറഞ്ഞേ ഉത്തരം പറയരുതെന്ന് കറക്റ്റല്ലേ ആ 5 കോടി വെച്ചിട്ട് നോക്കോ 5 കോടി വെച്ചിട്ട് നോക്കോ. എടാ വാണപ്പാ ഇപ്പൊ അല്ലല്ല അല്ല 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 വാസോണ്ട് ഇപ്പൊ അല്ല വാസോണ്ട് ഇട്ട് നോക്കിയാണോ നീ സംസാരിക്കില്ലെന്ന് ചോദിച്ചില്ലേ? ഇല്ല, അതിന്റെ മറുപടി നീ പറഞ്ഞില്ലേ? ജസ്റ്റ് നീ ഒന്നോട് സംസാരിച്ച അങ്ങനെ ഒന്ന്. ചന്ദ്ര സുഖമാണോ? സുഖല്ല. സുഖമല്ല ഊമ്പ് നിന്നെ കൊണ്ട് കഴിയില്ല, ഇതിന് മനസ്സിലായോ? അപ്പാ. ആ സാറേ, എത്ര നാളായി TV വന്നിട്ട്? നാളെ പള്ളിയിൽ പോണം. അത് കേട്ടില്ലേ? സോറി. ഞാൻ എത്ര നാളായി പറയാം. TV വന്നിട്ട്? അതാ ഞാനിപ്പോ തൂറിട്ട് വന്നേ ഉള്ളൂ. ആണല്ലേ. കഴിഞ്ഞ മാസം എന്താ ലീവ് എടുത്തേ? കൊച്ചിന് 2 വയസ്സായി. നാളെ വരുവോ? ഇല്ല മോനെ, ഇല്ല വാസവനെ, ഞാൻ എയർപോർട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. സൂപ്പർ. ഇല്ല, അവിടെ പോയി അവിടെ fail ആയി പോയി, പാപ്പാ. പോയല്ലേ? പ്രശ്നം എന്താ പറയാ വാസവനെ, ഇതിന് പറ്റിയ എന്താന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇത് വാസവൻ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു. അതാണ് എന്റെ 3ാമത്തെ ഉത്തരം എന്താണെന്ന് അറിയാവോ? ഞാൻ എറണാകുളത്തോട്ട് വരുവാന്ന്. വാസവൻ ചോദിച്ച ചോദ്യം എന്തുവാ? നാളെ വരുവാന്ന്. ഞാൻ എങ്ങനെ പറയാ ഉത്തരം? ഞാനും പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു എന്റെ ഉത്തരം അടന്ന് ഒരു ശരിയായി പോയി ഫൈനൽ ചാൻസ്. ആണ ഓക്കെ. ചന്ദ്രനെ ഇപ്പൊ പീഡി ഹോസ്റ്റലായിട്ട് എടുത്തോണ്ട് പോവാണെങ്കിൽ എന്ത് ചെയ്യും? ടൂറാൻ പോകും കൊതക്കീറൂല അങ്ങനെയാണെങ്കി മൈരെ. അത് കഴിഞ്ഞിട്ട് ആ TDM പ്രാക്ടീസ് ചെയ്യാൻ പോകണ TDM പ്രാക്ടീസ് ചെയ്യും. എത്ര നാളായിട്ട് RP കളിക്കുന്നുണ്ട്? അണ്ണാ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി അണ്ണാ. ഇഷ്ടപ്പെട്ട പ്ലെയർ റൊണാൾഡോ എന്താ? റൊണാൾഡോ ഇഷ്ടപ്പെടാൻ കാരണം? നന്നായിട്ട് തൂത്തുവാരും തൂത്തുവാരിട്ട് കിടന്നുറങ്ങും. മറുപടി പറഞ്ഞില്ലേ? ഔട്ടായി. തൂത്തുവാരിട്ട് കിടന്നുറങ്ങും. അഞ്ചോടി എക്സ്ട്രാ പേ ചെയ്യണേ. 5 കോടി എക്സ്ട്രാ വെച്ചിട്ട് പെട്ടെന്ന് എക്സ്ട്രാ വെച്ചിട്ട് പെട്ടെന്ന് ആ ഇതിപ്പോ ഞാൻ കയ്യില് 70 കോടി എടുത്തോളല്ലോ അണ്ണാ. കൊണ്ടുതന്നാ. ഞാൻ ഇവിടെ നോട്ട് പാഡിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് പേഡിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് അണ്ണാ പോട്ടെ അണ്ണാ. വേറെ ഐഡിയ കൂടെ കിട്ടിയിട്ടുണ്ട്. വാസവനെ, നമുക്ക് ഇവർക്കൊരു അവസരം കൊടുക്കണം. ഒരു വട്ടം തിരിച്ച 5 കോടി. പക്ഷെ നമ്മൾ രണ്ടാമതൊരു അവസരം കൊടുക്കും. ആ അവസരത്തിൽ അവർ ജയിച്ചാൽ അവർ 5 കോടി തരണ്ട. പക്ഷെ ആ അവസരം പോയി കഴിഞ്ഞാൽ 5 എന്നുള്ളത് 10 ആവും. അയ്യോ, അത് വലിയ പ്രശ്നമാവും പാപ്പ. പിന്നെ വേണ്ട നമുക്ക് ഒരു ചാൻസ് കൊടുത്തിട്ട് മറ്റേ ഇത് കൊടുക്കാം. അത് ആദ്യത്തെ സെറ്റ്, രണ്ടാമത്തത് വേണ്ട. ആണോ? പോട്ടെ. സ്റ്റീവ് അടുത്തൊരു രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാല് ഞങ്ങൾ നിന്നോട് സംസാരിക്കും. പരസ്പര ബന്ധമില്ലാത്ത റിപ്ലൈ പറയണം. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ പറയുന്നതായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ ഞാൻ ചോറ് കഴിച്ചു അല്ലെങ്കിൽ എസ് എന്നോ എന്ത് പറഞ്ഞാലും ഔട്ടാണ്. അതുമായിട്ട് നമ്മൾ പറയണതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി. TVയിലോട്ട് രണ്ടാമത് വരാനുള്ള കാരണം എന്താ? ചിമ്പാൻസി കാട്ടിലുണ്ട്. കാട്ടിൽ എന്തിനാ ചിമ്മാൻസി പോയത്? അപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നു. പട്ടിയോ? നന്നായിട്ട് കളിക്കണ്ടോ? അസുഖം വന്നാ ഹോസ്പിറ്റലിൽ പോകണം. ഏത് ഹോസ്പിറ്റൽ? സൺറൈസിലാണോ അതോ ആസ്റ്ററിലോ? നാളെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. എത്ര മണിക്കാ? കഴിക്കാൻ ചോറ് മതി. എത്ര റൗണ്ട് ഇടണം ചോറ്? പറക്കാനാണെങ്കിൽ ചിറകിന്റെ ആവശ്യമേ ഉള്ളൂ. എത്ര ദൂരം പറ്റും? ചോറുണ്ട്. എന്തോ കേട്ടില്ല. കാക്ക പറക്കുന്നു. കാക്ക പറക്കുന്നു. വെള്ളക്കാക്കയാ കറുത്ത കാക്കയാ? 69ാമത്തെ പൊസിഷൻ. ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ മുടിയിലെ കളർ അടിച്ച എന്താടാ? അണ്ണനെ കാണാൻ നല്ല രസമുണ്ട്. കേക്കുന്നില്ല? ഹലോ ഹലോ ഉച്ചക്ക് ചോറ് കഴിച്ചു. ഹലോ കേക്കാവോ? കേക്കാം. ആ എന്താ കഴിച്ച ചോറിന്റെ കൂടെ?
ജോനോട് എന്താ ചോദിച്ചേ? ഒരുപാട് സമയം ആലോചിക്കുന്നുണ്ട്. ശരിയല്ല. ഓ എന്നെ ഇത് ഞാൻ കേട്ടില്ലേ ഒന്നും പറ. പിടിച്ചു വാസവനെ. ഇപ്പൊ കേക്കാവോ? ശരിക്കും feel ചെയ്തതാ. ഓൾറെഡി പാസ്ഡ് ഒരു മിനിറ്റ് ആയി അടുത്തതായി മന്ദാരം സംസാരിക്കും. പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ തിരിച്ച് സംസാരിക്കണം. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു ഇതും ഉണ്ടാവാൻ പാടില്ല. പറയുന്നതിന് യെസ് ഓർ നോ പറയാനും പാടില്ല. ഞാൻ ചോദിക്കാം ക്വസ്റ്റ്യൻസ്. ചന്ദ്ര തുടങ്ങിക്കോ. കേക്കാ നിനക്ക്? ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ആർക്ക്? ആരുടെ ബർത്ത്ഡേ? ആനിവേഴ്സറി. ആരുടെന്ന്? കട ഉദ്ഘാടനം. നീ കഴിച്ചെന്ന്? അപ്പിട്ട്. എന്താ കഴിച്ചേ? നല്ലോണം പോയി. അപ്പിയുടെ കാര്യം മാത്രം പറയണ എന്തിനാണ്? ആറിയിട്ട്. ഓ വണ്ടി ഓടിച്ച്. എന്ത് ഏതാണ് വണ്ടി മോഡൽ? ഏതാ? ആലോചിക്കാൻ പാടില്ലേ? പച്ചപ്പല്ല്. ഒരു സെക്കൻഡ് കഴിഞ്ഞു. നീലാകാശം. ഒരു സെക്കൻഡ് കഴിഞ്ഞാട്ടാ. ഇത് ഭയങ്കര ഡിലേ ആണ്. ഇപ്പൊ പറഞ്ഞു നമ്മൾ ഇട്ട് വെക്കാം. നീ ഇപ്പൊ പറഞ്ഞു, നമ്മൾ പറഞ്ഞ ഇട്ടല്ലേ പറഞ്ഞ. നീ ഇപ്പൊ റെഡിയാണോ? നീ റെഡിയാണോ? ടിവിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? നിന്നെ കോലീഡറാക്കി ടിവിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? കളക്കാൻ പോകും. ടി വിയിലായിട്ട് ഇഷ്ടപ്പെട്ട ചേർത്ത് തരണേ. ആ 50 1000 MSC കളിക്കണവൻ. 70 കോടിയല്ലേ? 5 കോടി. പിന്നെ പെനാൽറ്റി ആരടയ്ക്കും അപ്പൊ? അണ്ണാ എനിക്ക് 65ആയിരുന്നു. പാട്ട് പാടിയണ്ടേ? പാട്ട് പാടിയുണ്ടോ? ആ മ്യൂസിക് ഇസ് ദ നെയിം ഓഫ് ലവ്. ആ പാട്ട് ശരി. എന്നാ 70 കോടി താ. ഇല്ല, ടിവിയിലായി ഏറ്റവും ഇഷ്ടപ്പെട്ടാരെ? ചന്ദ്രൻ. ആ 5 കോടി തന്നിട്ട് പോയ നീ. എന്നാലും വാസവന്റെ പേര് പറഞ്ഞില്ല കേട്ടോ. അത് വാസമ്മ. ചന്ദ്ര വേറൊരു കാര്യം അറിഞ്ഞോ? ആ പയ്യൻ ഓസിയില് കാർ മേടിക്കാൻ പോവാ. കൊറേ പൈസ കൺഗ്രാറ്റ്സ് മന്ദാരം. അറിഞ്ഞില്ല. ഏതാ പുതിയ കാറാണോ? പോടാ. ശരിക്കും ചോദിക്കട്ടെ, കൊടുക്കുന്നോ നീ? ഇവിടെ എത്ര കാശ്? എന്താ ചന്ദ്ര? ഞാൻ ഇടയ്ക്ക് ഒരു വെച്ചപ്പോ ഞാൻ ലോണിന് എലിജിബിൾ അല്ലെന്നാണ് പറയുന്നത് അവര്. അപ്പൊ മന്ദാരം ടാസ്ക് ഫെയിൽഡ്. 70 CR. എല്ലാവർക്കും ഡിപ്രഷനിലായി പോയണ്ണ. OG Sigma LX2 പ്ലീസ് കം. ടാസ്ക് നമ്പർ 2. ഇത് അത്ര ഇംപ്രസീവ് അല്ല. ഞങ്ങളോട് സംസാരിക്കുന്നതിന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഉത്തരം പറയണം. ഓക്കെ. TV കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നാളെ ഒരു ക്യൂബ് വാങ്ങണം. ക്യൂബ് എന്തിനാ? മൂലത്ത് വെക്കാനാ? ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നു കഴിഞ്ഞാൽ. കണ്ണാടി കൊള്ളാല്ലേ? ഏത് ഇപ്പൊ വെച്ചിരിക്കുന്ന കണ്ണാടിയാണോ? നിക്കറ് മാറണം. ഇല്ല, ഇത് കൊള്ളാം, കുഴപ്പമില്ല, നല്ല നിക്കറാണല്ലോ. ടാറ്റു വേറെ അടിക്കണം. ഈ ടാറ്റു കൊള്ളാടാ, കുഴപ്പമില്ല. അണ്ണനെ കാണാൻ എന്ത് ലുക്കല്ലേ? അതെല്ലാരും പറയാറുണ്ട്. ചന്ദ്രൻ എന്താ ഇങ്ങനെ? എങ്ങനെയാടാ? അപ്പാപ്പനെ കാണാൻ ഒരു ഗുമ്മില്ലാട്ടാ. അത് ശരിയാടാ, അപ്പാപ്പനെ കാണാൻ ഒരു ഗുമ്മില്ല. ഒരു വണ്ടി എടുക്കണ്ടേ അണ്ണാ നാളെ? എനിക്ക് ഓൾറെഡി ഉണ്ടോ, 3 ഉണ്ട്. ഓക്കെ അണ്ണാ. അവനെന്നെ അറപ്പിച്ച്. അവനെന്താ പറഞ്ഞിരിക്കുന്നു? അവനെന്നെ അറപ്പിച്ച്. ബ്രോ ഇവിടെ നിന്ന് ക്ലിയർ ആണ്. ഗ്യാങ് സിറ്റുവേഷൻ നടക്കാം.
അവിടെ വരെ എല്ലാം കറക്റ്റ് ആയിരുന്നേ. പിന്നെ എന്നെ കുറച്ച് അവനെ നേരം ഉറപ്പിച്ചല്ലോ. നന്നായിട്ട് സംസാരിച്ച് പിടിച്ചിരുന്നോണ്ട് ഞാൻ വിട്ടു. പാസ്റ്റ് ആ, thank you, thank you. 342. അടുത്തത് കണ്ണാപ്പി. ഫസ്റ്റ് കോൾ കണ്ണാപ്പി. സാധനം കൊള്ളാം, പക്ഷെ എന്തായാലും ഞാനൊരു സെക്കൻഡ് ടാസ്ക് കൂടെ തരുവാ. നമ്മള് പറയുന്നത് പരസ്പര ബന്ധമില്ലാതെ തിരിച്ച് സംസാരിക്കണം. സർജറി കഴിഞ്ഞോ? അച്ഛനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. എന്തിനായിരുന്നു? അച്ഛൻ നിക്കറിട്ട് പുറത്തോട്ട് ആ തെറ്റിപ്പോയില്ലോ. പോയി അവിടെ പോയില്ലേ? ഇല്ല പോയി. അവിടെ പോയി. എന്തിനായിരുന്നു ചോദിച്ചപ്പോ അച്ഛൻ നിക്കറിട്ട് പുറത്തിറങ്ങിയെന്ന് ഓൾറെഡി പറഞ്ഞ്. അച്ഛനെ പിരിച്ചു വാങ്ങാം ഈ ആഴ്ച തന്നെ. തോറ്റടാ. ഒരു ചാൻസ് തരാം. അയ്യോ വിശക്കുന്നല്ലോ. ബോബോയി ആരാ അതിന്റെ? നിക്കർ ഊരി പോകുന്നത് തിരിച്ചു കേട്ടിട്ട് കണ്ടിട്ടുണ്ടല്ലോ. വാസന്തിയെ വാസന്തി ആരാ? ആഹാ ഇവിടെ വന്നു അച്ഛൻ. അച്ഛൻ വന്നോ? വീട്ടില്ല. ആ അച്ഛൻ പോവാണോ? പോയിട്ട് വാ. സുഖമല്ലേ നിനക്ക്? സാറേ അച്ഛന് ഫുഡ് വാങ്ങി കൊടുക്കണേ. അറസ്റ്റ് ചെയ്തതിന് കഴിച്ചില്ലേ? സുഖമല്ലേ നിനക്കെന്ന്? അച്ഛന്റെ കാര്യം നമ്മള് ചോദിച്ചില്ലല്ലോ. ആഹാ കയ്യിലൊക്കെ രോഗം വന്ന് മനുഷ്യനായി ഞാനത്. ലോറാപ്പി എന്ത് പറയുന്നു? ആഹാ ബൊട്ടയൊക്കെ ഉണ്ടല്ലോ. സുഖമല്ലേ നിനക്ക്? ആഹാ തല ഊരി വീണു. നീ പൈസ വന്നിട്ട് പൊക്കും. 342. അച്ഛനെ മാത്രം പിടിച്ചു വെച്ച് എന്തൊക്കെയോ റാൻഡ് പറഞ്ഞിട്ടൊക്കെ ഒരു രക്ഷയുണ്ട് കേട്ടോ അവര്. എവിടെ വില അച്ഛനല്ലേ? ബാക്ക് ബോൺ 342. It's totally fine. കീരിക്കാടൻ ജോസ് കമോൺ. പ്രതീക്ഷിച്ച സാധനമല്ല, അതുകൊണ്ട് ടാസ്ക് നമ്പർ 2 തരാൻ പോണേ. നമ്മൾ അങ്ങോട്ട് സംസാരിക്കും, പരസ്പരം എന്തെല്ലാം തിരിച്ച് സംസാരിക്കണം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല പറയുന്ന ഉത്തരത്തിൽ. വാസുവിനെ കീരിക്ക് മാത്രം ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുക്കാം. എന്താ? എന്ത് ചോദിച്ചാലും അതിൽ വാസുവിന്റെ പേരുണ്ടായിരിക്കും. അതെ, ആ റിപ്ലൈ പറയുന്ന എല്ലാത്തിലും എന്റെ പേര് വരണം. Okay, നിനക്ക് പറഞ്ഞ മനസ്സിലായോ? ചുമ്മാ പേര് ചേർത്താ മതി. എന്റെ പേര് ആ സെന്റൻസിലുണ്ട്. ഒരു സെന്റൻസ് ആയിരിക്കണം, വാക്കായിട്ട് മറുപടി പറയാൻ പാടില്ല. പേരെന്തായിരുന്നാ മതിയല്ലോ. KVL ആരെ ഇഷ്ടം? പാസ്വേഡ് താടിയുണ്ട്. KVL ആരെ ഇഷ്ടമെന്ന്? കേക്കുന്നില്ല. ഹലോ KVL ആരെ ഇഷ്ടം? പാസ്വേഡിന് താടിയുണ്ട്. എത്ര താടിയുണ്ട്? ചെറുതായിട്ടാണോ വലുതായിട്ടാണോ ഉള്ളത് താടി? വണ്ടിക്ക് ടയറുണ്ട്, പക്ഷെ വാസോണിന്റെ വണ്ടി അത് ഒരു പ്രത്യേക ലുക്കാണ്. അവളെ തേച്ചിട്ട് വിഷം പോന്നാ? വാസോണില്ലേ, വാസോണ പോവും. അല്ല വിഷം ഉണ്ടാവുന്ന കാര്യമില്ല എന്തായത്? ചന്ദ്രൻ മിക്കവാറും വാസോണായിട്ടൊരു കൊടക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എത്ര നേരം നിങ്ങൾ പ്രണയിച്ചു? വാസോണന്റെ ഫസ്റ്റ് പ്രണയം കൊറേ സമയം സ്പെൻഡ് ചെയ്തല്ലോ. ഇതിനൊരു പ്രശ്നമുണ്ട് കിരി. വാസുമോനെ പറ്റി പറയുമ്പോ വാസുമോനെ പറ്റി പുകഴ്ത്തി വേണം പറയാൻ. പുകഴ്ത്തി മാത്രം. അതെ അതെ. പ്രാവശ്യം ഞാനായിട്ട് കമ്മിറ്റഡ് ആയാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതില് വീട് അത് അത് വൾണറബിൾ ആയിട്ടുള്ള പോയിന്റിൽ തന്നെ തട്ടി. വൾണറബിൾ ആയിട്ടുള്ള പോയിന്റിൽ തന്നെ തട്ടി. വൾണറബിൾ ആയി ആള്. ഫസ്റ്റ് ചോദിച്ചത് വൾണറബിൾ ആയി. അത് മനസ്സിൽ തട്ടി കേട്ടോ, അത് മനസ്സില് ഫെയിലായി പോലോ. എന്ത് ചെയ്യാൻ പറ്റും? ജൂഡ് ബംഗലശ്ശേരി ജൂഡ് പ്ലീസ് കം. ഇല്ല, ഈ ടാസ്ക് ഫെയിൽഡ് ആണ്. ടാസ്ക് നമ്പർ 2. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതിന്റെ വിപരീതം പറയണം. ഇപ്പൊ ആണെന്ന് പറഞ്ഞ പെണ്ണ്, അങ്ങനെ പറയണം. ഓക്കെ, വിപരീതമല്ലേ വാസുമോനെ? അതെ വിപരീതം. വിപരീതം. അത് ഓപ്പോസിറ്റ്. അപ്പൊ ചോദിക്കാം പാപ്പ. ഞാനോ സുഖമാണോ? അതല്ല, വിപരീതം പറയണ വാക്കുകൾ ആണ്. അതാ പറഞ്ഞത്. അങ്ങനല്ല, നമുക്ക് ചോദിച്ചാൽ അവര് അല്ലെന്ന് പറഞ്ഞാ പോരെ. ആണ് വാസുമോൻ.
അണ്ണൻ ഏ? അതിനെന്താ വാസവന് വിപരീതം? ഞാൻ ഇതല്ല അപ്പ ഉദ്ദേശിച്ചത്. ആണ് പെണ്ണ്. ഓ അങ്ങനെ ഇപ്പൊ ശരി അണ്ണ ഫ്രീ ആണ് ബ്രോ ഞാൻ അണ്ണ ഒന്ന് മനസ്സിലാക്കി ബ്രോ. ഇങ്ങോട്ട്. പൊന്നു മച്ചാന് ഇങ്ങോട്ട് അണ്ണ ഫ്രീ അല്ല. ഇവന്മാര് എന്ത് പറയാ എത്ര അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്താലും ഇവർ ഇങ്ങനെയാണ് ചെയ്യണത്. ഞാൻ എന്ത് പറയാനാണ് അവന്റെ അടുത്ത്? ആ കേക്കാൻ പറ്റൂടെ? പശു ആടാ എന്റെ പൊന്നു വാസവന് വിപരീതം എന്താന്ന് അറിയാത്ത ഇവരോടൊക്കെ എടാ ഇപ്പൊ ആടെന്ന് പറയുമ്പോ പറയണ പൂച്ച എന്ന് പറയണം, മനസ്സിലായ? പശു എന്ന് പറഞ്ഞാ കാള. അതാണ് വാസു, അതാണ് അതാണ് വിപരീതം. വിപരീതം എന്ന് പറഞ്ഞാ അതാണ്. പിന്നെ അല്ലാണ്ട് എടാ, വിപരീതം മനുഷ്യൻ. എന്ന് പറഞ്ഞാ എന്താടാ? മനുഷ്യൻ എന്ന് പറയുമ്പോ മൃഗം എന്ന് പറയണം. അങ്ങനെയല്ല അപ്പാപ്പ ഉദ്ദേശിച്ചേ. അപ്പാപ്പ ഉദ്ദേശിച്ചതാണ് അല്ലേ പാപ്പ? അപ്പാപ്പ അതല്ലേ? അപ്പാപ്പ അതല്ലേ? ഞാൻ തിരിഞ്ഞത് വാസവന്. എടാ അപ്പാപ്പ അതാണ്. എടാ നീ ഒരു 5 കോടി എക്സ്ട്രാ തന്നിട്ട് പോയേ. 342 എത്ര? 70 കോടി 5 കോടി എടുത്തു തരാം. 5 കോടി എടുത്തറ. ഒരു സെക്കൻഡ്. എടാ നിന്റെ നാളെ ഏതാ? എന്റെ ഉത്രട്ടാതി. ചോദ്യം അങ്ങനെ നാളെന്നല്ല. അയ്യോ ചോദ്യം പറ്റി ഒന്നും പറയല്ലേ. ചോദ്യം പറ്റി ഒന്നും പറയല്ലേ. ചോദ്യം പറ്റി ഒന്നും പറയുന്നത് കേട്ടാ. പെണ്ണുപിള്ളേരെ ആളാന്ന് കേട്ടാ. ഓക്കെ അല്ലല്ല ബോബോയ് ഇത് ഞങ്ങൾ ഒട്ടും ഇംപ്രസീവ് അല്ല. അതുകൊണ്ട് ഒരു ചാൻസ് കൂടെ തരാം. പറയണതിന് നേരെ വിപരീതമായിട്ട് സംസാരിക്കണം. ശരി. അല്ല എന്നുവെച്ചാ വിപരീതം അല്ല, ഞങ്ങൾ പറയുന്നതായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല. നീ ഉത്തരം പറയണത് ആലോചിക്കാൻ പാടില്ല. ഇൻസ്റ്റന്റ് റിപ്ലൈ വേണം. ഓക്കെ സുഖമാണോ? കർണാപ്പി അന്ധനായി പോയി. എപ്പോഴായിരുന്നു ഓപ്പറേഷൻ? കർണാപ്പിക്ക് തിരിച്ചു കിട്ടുമോ എന്തോ. എല്ലാം റെഡി ആയോ? ആനയ്ക്ക് പഴം കൊടുക്കാൻ മറന്നുപോയി. എത്ര പഴം വേണം? ആനയുടെ മേളിൽ കുരങ്ങൻ കേറി. ഏത് കുരങ്ങൻ? ചതുരുവിന് ഇല്ല. എന്താ ഇല്ലാത്ത ചന്ദ്രൻ? പാൻറില്ല. അത് പറഞ്ഞ ശരിയാവില്ല. ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞു. ചപ്പിട്ട് പോ. ശരിയാണ. ഫെയിലായി പോയെ. അപ്പൊ എന്ത് ചെയ്യും? ടാസ്ക് ഫെയിലായതിന്റെ 5 കോടി എക്സ്ട്രാ ഇടണം. ഇനി ആരാ മുച്ചിടല്ലേ ഉള്ളൂ? ഏബലിനെ വിളിച്ചായിരുന്നു. ഏബലിനില്ല. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ലല്ല കോച്ച് വേണല്ലേ? മുച്ചിരിക്കാം. പിന്നെ സൈഡിൽ നിന്ന് ഇതെല്ലാം പ്രതീക്ഷ. ടാസ്ക് നമ്പർ 2 ഇത് പാസ്സായാലും 5 കോടി എക്സ്ട്രാ തരണേ. 5 10 കോടി കൊടുക്കണം. 10 കോടി എക്സ്ട്രാ കാര്യത്തിന് യാതൊരു ബന്ധമില്ലാത്ത റിപ്ലൈ പറയണം. അതായത് ഞങ്ങൾ പറയണ കാര്യമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്ന് ഉത്തരവും പറയണം. ആലോചിക്കാൻ പാടില്ല. ആലോചിച്ചാൽ ഔട്ടാ. ഓക്കെ സുഖമാണോ? എന്റെ കയ്യില് ഫിഫൈന്റെ മൈക്ക്. എത്ര രൂപയായി? നൈക്കിന്റെ ഷൂന്ന്. എവിടുന്നാ മേടിച്ചേ? ഞാന് വണ്ടി ഓടുന്നു. വണ്ടി ഓടിയാ? എവിടുന്ന് മേടിച്ചതാ? അവൻ സ്ഥലപ്പേരാ പറഞ്ഞത്. മന്തിയോട് മേടിച്ചത്. ഹലോ മാന്യജനങ്ങളെ. ഹലോ ബ്രോ ഇവിടെ ഒരു ഗ്യാങ് മീറ്റിംഗ് നടക്കുകയാണെന്ന്. സൈഡ് നമ്മൾ കുറച്ചൊരു പ്രതീക്ഷ. ബ്രോ ഇവിടെ ഗ്യാങ് മീറ്റിംഗ് ബ്രോ. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ബ്രോ പ്ലീസ്. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ അവിടെ സൈഡിലോട്ട് നിന്നോ. സൈഡിലോട്ട് ഒരു ഫൈനൽ ചാൻസ് ഒന്നുകൂടെ തരാം. മുച്ചറിന് തരത്തില്ലേ? ഒരു മിനിറ്റ് ഒന്ന് എന്താ പറയാനുള്ളത്? ടി വി അല്ലാതെ വേറെ ഏത് ഗെയിം കളിക്കാനാണ് ഇഷ്ടം? എന്റെ പേര് മുച്ചിരി. ആരാ പേരിട്ടത്? എന്റെ കണ്ണാടി ഇല്ല കേട്ടോ, മറന്നുപോയി. എവിടെ വെച്ചാ മറന്നു വെച്ചത്? ഞാൻ ഷൂ ഇട്ടിട്ടില്ല കേട്ടോ, ഇന്ന് ചെരുപ്പാട്ടെ. ഏത് ബ്രാൻഡ് ചെരുപ്പ്? ഞാൻ എന്റെ വരെ വന്തിയോട്. വന്തിയോടോ? ഞാൻ ഇന്ന് മുതുക്ക് പോയിട്ടില്ല. ഗ്യാങ് ഹൗസിലായിരുന്നു. അപ്പൊ ഈ കണ്ണാടി ഞാൻ ഇപ്പൊ വെച്ചേ ഉള്ളൂ. എപ്പോഴാ എടുത്തു മാറ്റിയത്? ഈ പാന്റ് ഇടണ്ടല്ലേ? പാന്റ് കൊള്ളാം, കുഴപ്പമില്ല. ആ കാർ കൊള്ളാം. അത് കൊള്ളാം. നിന്റെ ഇഷ്ടമുള്ള വണ്ടി ഏതാ? ഇല്ല ഇന്ന് ഇയർപോഡ് വെക്കാൻ മറന്നുപോയി. ആണല്ലേ? ഏത് ആപ്പിളിന്റെ ആണോ? ഓ അണ്ണൻ എന്ത് ലുക്കാലേ.
അതെല്ലാരും പറയാറുണ്ട്. നിനക്ക് തോന്നിയല്ലേ? ഓ ചന്ദ്രന്റെ സൂപ്പർമാന്റെ അത് കൊള്ളാം. ഏത് സൂപ്പർമാന്റെ സാധനം? ഓ അപ്പൊ ഈ മാസ്ക് മേടിച്ചേ കടയിന്നല്ലാണ്ട് പിന്നെ വേറെ എവിടെ? അമ്പലത്തിൽ നിന്ന് കിട്ടുമോ മാസ്ക്? സംസാരിച്ചു